welcome back to my channel. അപ്പോൾ ഇന്നത്തെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്ന്. അത് ജിനിലാണ് ഇന്ന് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ ഭയങ്കര ഹാപ്പി കിട്ടുന്ന കാര്യമാണ് ഹസ്ബൻഡ് നമുക്ക് മേക്കപ്പ് ചെയ്തു തരാമെന്നുള്ളത്. പ്രഗ്നന്റ് ലേഡീസിന് മാത്രമല്ല, പൊതുവെ എല്ലാ ഭാര്യമാർക്കും ഇഷ്ടമാണ് ഹസ്ബൻഡ് നമുക്ക് മേക്കപ്പ് ചെയ്ത് തരിക എന്നുള്ളത്. ജിനിൽ ഇതുവരെയായിട്ട് എനിക്ക് ഈ വക ഒരു പരിപാടി എനിക്ക് ചെയ്തു തന്നുള്ള ആദ്യമായിട്ടാണ് എനിക്ക് ചെയ്തു തരാൻ പോണത്. എപ്പോഴും ചെയ്യണതിന് കുറ്റം പറയാറേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിട്ട് ടൈം ലേറ്റ് ആവുമല്ലോ, എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ആയിട്ട് ലേറ്റ് ആകുമ്പോൾ സമയം എടുക്കണതിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാറുള്ളൂ. അപ്പോൾ ഇത് പുള്ളി തന്നെ ആയിട്ട് കൊണ്ടുവന്നതാണ്. എന്ന് പറഞ്ഞാൽ ബിരിയാണി ചലഞ്ച് ഞാൻ കൊണ്ടുവന്നതുകൊണ്ട് പുള്ളി തന്നെ ആയിട്ട് ഈ ഹസ്ബൻഡ് ഡൂസ് മൈ മേക്കപ്പ് കൊണ്ടുവന്നു. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനോട്. എന്ന് പറഞ്ഞാൽ ആ ബിരിയാണി ചലഞ്ച് ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ജിനിൽ ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയേക്കണേണ്, വന്നിട്ടില്ല. എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയേക്കണേണ്. ക്യാമറ ഒക്കെ സെറ്റാക്കിയിട്ട് ഞാൻ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേണ്. ആളെത്തിപ്പോയിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ പരിപാടി? ഒരു പരിപാടിയില്ല. ലോക്ക്ഡൌണിൽ ഇപ്പൊ എന്താ പരിപാടി? ഇതൊക്കെ എന്താണ് സംഭവങ്ങള്? ഇത് നിന്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ അല്ലേ? സംഭവങ്ങൾ എന്നെ ചോദിക്കാൻ. അപ്പൊ എന്താണ് ഇന്ദുചൂടിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഇതെന്തൊക്കെയാണ്? ഇവിടെ കൊണ്ടുവന്ന് കുറെ സംഭവങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ എന്താകും ജില്ലയിലെ കൊണ്ട് തന്നെ ആദ്യം പറയിപ്പിക്കാം. എനിക്കറിയത്തില്ല ഇതിന്റെ പേരൊന്നും. ആ പാടെ പണ്ട് ചെറുപ്പത്തിൽ പോലും കുട്ടിക്കൂറ പൗഡർ ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഈ സാധനമൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ പിടുത്തം കിട്ടണല്ലോ. അതെന്താ എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അത് ഞാൻ ചെയ്യണ കണ്ടിട്ടുണ്ടാവേ, അത് കണ്ടിട്ട് എടുത്തിട്ട് തന്നെ. ഇതെന്താ സംഭവം? എല്ലാരും ഭംഗി കണ്ടപ്പോ എല്ലാം വാരി വലിച്ചിട്ട് പോകുന്നതാണ്. അല്ലാണ്ട് ഇതിന്റെ തന്നെ പ്രയോജനം ഇതെന്താണ്? ഇതിന്റെ ഉപയോഗമൊന്നും എനിക്കറിയത്തില്ല. ഇതെന്താണ്? ഇതെന്തോ ജെല്ലാന്ന് തോന്നണം. ഫേസ് പ്രീമിയർ ബ്രൈറ്റൻ ആൻഡ് റിപ്പയർ ദ സ്കിൻ. എന്തോ സ്കിന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഓക്കെ, ഇതെന്താണ്? ഇത് പിന്നെ പറയണ്ടല്ലോ, എല്ലാ പെൺപിള്ളേരും വാരി വലിച്ച് മുഖത്ത് കുത്തുകൊണ്ട് പുറത്തിറങ്ങണ സാധനം. പുട്ടി ഇതാ അതും പുട്ടിയുടെ ഏതെങ്കിലുമൊക്കെ ഒരു വകഭേദമൊക്കെ ആയിരിക്കും. പുട്ടി പോലൊക്കെ തന്നെ ഇരിക്കുന്നത്. ഇതെന്താണ്? അത് കളറാ. വാട്ടർ കളറാണോ? വാട്ടർ കളർ പോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. അതെ, വാട്ടർ കളർ. ഇത് പെയിന്റ് ബ്രഷ് ഉണ്ടല്ലോ, ബ്രഷ് എടുത്ത് പെയിന്റ് കലക്കി അടിക്കാലോ. കഴിഞ്ഞ ദിവസം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ താങ്ക്സ്. ഇപ്പം ഞാൻ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെരിഞ്ഞിരുന്ന വളരെ ഉപകാരം. ഇതാണ് ആദ്യം ഉണ്ടത്. ഒന്ന് പറഞ്ഞിട്ട് കൂടെ തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരം കേട്ടോ. അത് ഫേസ് സെറം ആണ്. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് അത് ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് ഇരിക്കും. പിന്നെ ഫേസിനും നല്ലതാണ്. ഇപ്പൊ എങ്ങനെ ചെയ്യണേ? ചുമ്മാ അവിടെ ഇവിടെ കുത്തിയാൽ മതിയാ? ഇത് ബ്രഷ് കൊണ്ട് തൂക്കാൻ പറ്റുമോ? കൈ കൊണ്ട് തന്നെ. ഓരോരോ ഭർത്താക്കന്മാരെ ഗതികേടെ എന്ത് ചെയ്യാൻ. നമ്മൾ കുറ്റം പറയാൻ മാത്രല്ലേ ഈ കാര്യത്തിന് ഭർത്താക്കന്മാർക്ക് അറിയുള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഭംഗിയാക്കണേന്ന് ഇവരറിഞ്ഞിരിക്കണ്ടേ? മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓളൊക്കെ തൂത്തല്ല, അല്ലെങ്കിൽ വായിക്കാത്തളൊക്കെ കയറും. എന്റെ കമ്മലൊക്കെ പറിച്ച് കളയോ? ദൈവമേ, ഇതെന്തോ വൈരാഗ്യം മൂത്തിട്ട് ചെയ്യണ പോലെ ഉണ്ട് ഗൈസ്. സെറ്റ്
സ്റ്റാർട്ടിങ് ഇങ്ങനെയാണെങ്കിൽ എൻഡിങ് എങ്ങനെ ഇരിക്കും? ഇല്ലല്ലോ, അതിനകത്തൊന്നും ഇല്ലെന്ന്. അത്രയും പോരത്. എന്താ ചെയ്യണത്? അത് അങ്ങനത്തെ സാധനമല്ല. ഇത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ പാടുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ആ പാടുകളിൽ മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. പുട്ടി മെയിൻ ഐറ്റം പുട്ടി. പുട്ടി എങ്ങനെ പറഞ്ഞത്? പുട്ടി ഇങ്ങനെ കുത്ത് 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 കൊടുത്താൽ മതി. ഇന്ന് ഞാനിവിടെ ഒരു താജ്മഹൽ പണിയും. പറക്കുന്തളികയിലെ ദിലീപും കരിശ്രേഷവനും കല്യാണച്ചക്കന് മേക്കപ്പ് കണക്ക് ഇന്ന് ഞാനിവിടെ ഒന്നും ആവണില്ലല്ലോ മുഖത്ത്. ഒന്നാവണമെന്ന് ഞെക്കി വിടുകയാണ്. ചെളി പോലെ തോന്നുന്നുണ്ട്, കളിമണ്ണ് പോലെ തോന്നുന്നുണ്ട്. നമ്മൾ പൊട്ടി ഇട്ട് കഴിഞ്ഞ് പൊട്ടി ഇനി മെൽറ്റ് ചെയ്യാം. ബ്രഷൊക്കെ ഉണ്ട്, ഭയങ്കര സെറ്റപ്പാ. ആ പണ്ട് പെയിൻറ്റിങ്ങിന് പോയത് വളരെ ഉപകാരപ്പെട്ടു. ഇങ്ങനെയുള്ള പെയിന്റ് ചെയ്യണവരല്ലേ ഇത് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ 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 ചുമ്മാ അവിടെ തന്നെ സ്പ്രെഡ് ആക്കാൻ പാടുള്ളൂ വെച്ച് വെച്ച്. പണ്ട് പെയിൻറ്റിങ് ആശാൻ്റെ കൂടെ പെയിൻറ്റിങ്ങിന് പോയതിന് ഭയങ്കര ഉപകാരം കിട്ടി. ഇപ്പോഴാണ് പെയിൻറ്റിങ് പഠിച്ചിരിക്കണം ഗൈസ് ഇത് ചെയ്യണമെങ്കിൽ. ഹായ്. ഓക്കെ, നമ്മൾ പൊട്ടിയിട്ട് കഴിഞ്ഞു. എൻ്റെ പൊന്നേ മടുത്ത് ഞാൻ. കൊള്ളാല, നന്നായിട്ടിട്ടുണ്ടല്ലോ, പാടൊക്കെ സെറ്റ് ആയിട്ടുണ്ടല്ലോ. ആയിക്കോട്ടെ, അടുത്ത് എന്താണ്? പൊട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്താണ്? നെക്സ്റ്റ് വണ് ഐലൈനർ. നോ, ഇതിട്ടല്ലേ ഐലൈനർ ഇടാൻ പറ്റത്തുള്ളൂ. ആയിക്കോട്ടെ, ഇല്ല ഏത് കളർ ഇട്ട് തന്നെ എനിക്ക് അവർക്ക് കാണിച്ചു കൊടുക്കും. കുറെ കളറൊക്കെ ഉണ്ട്, ഏകദേശം എല്ലാ കളറും സെയിം തന്നെയാണ്. എങ്കിലും എല്ലാ കളറും സെയിം ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് തീർന്നു വയ്ക്കുന്ന കളറുണ്ട്, അതായിരിക്കും ഇവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് തന്നെ സെലക്ട് ചെയ്യാം. ദൈവമേ, ഇതെന്താ ചേട്ടാ? ഇവിടെ പാട ഇതെന്താണ്? എവിടെ? ഇവിടെ ഒരു പാടയില്ലേ കറുത്ത കളറ്? ഞാൻ ഓർത്ത് നിഴലായിരിക്കും ഓർത്തത്. അവിടെ പാടൊന്നുമില്ല. ഇവിടെ ഒരു പാടില്ലേ? അവിടെ ഒരു പാടില്ല. അങ്ങനെ പാട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ആ ഫൗണ്ടേഷൻ എടുത്തിട്ട് അവിടെ ഒന്ന് ഇങ്ങനെ ഒപ്പി ഒപ്പി കൊടുക്കണം കൈ കൊണ്ട്. എന്ത് കാണിക്കണത്? ഇതെന്താണ് ചെളി കളിക്കുന്നത്? ഇവിടെ കുളിച്ചില്ല, കുളിക്കാത്തവളെ വേഗപ്പെടുന്ന അവസ്ഥ ഒന്നുമില്ല ചോദിച്ചില്ല. ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോണേ? അടുത്തത് കണ്ണ് ഐലൈനർ. പെയിന്ററൊക്കെ ഉണ്ടാ? ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ഗൈസ്, ഐലൈനർ ഇടുമ്പോൾ എപ്പോഴും കുറ്റം പറയും. ഗ്യാപ്പ് ഉണ്ട്, മര്യാദക്ക് ഇട്ടിട്ടില്ല, നിനക്ക് മര്യാദക്ക് ഇട്ടിട്ട് ഇറയും കൂടെ ഇത്രയും സമയം ഇട്ടിട്ടൊക്കെ പൊട്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കുറ്റം പറയും. അപ്പം ആളെങ്ങനെ ഇടേന്ന് നമുക്ക് നോക്കാം. ഇത് ശരിയായില്ല ഗൈസ്. രണ്ടും കഴിഞ്ഞാ? നോക്കട്ടെ.
നോക്കട്ടെ. അത് ഇച്ചിരി കൂടിപ്പോയി, ആരും കുഴപ്പമില്ല. അതിവിടെ ഇച്ചിരി കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് അടിയിൽ എഴുതാം. അതിനകത്തൊന്നും ഇല്ലേ, അത് തിരിക്കണം എങ്ങനാ? അത് അമർത്തി കുത്തിയിട്ട് ഒടിച്ചു കളയരുതട്ടാ. അങ്ങനെയല്ല, എന്നെ വല്ല യക്ഷിപ്പടത്തിലേക്ക് കൊണ്ടുപോണേനാ? ഇത് ആദ്യമേ ചെയ്യണമായിരുന്നു. ഇതെന്താണ്? ഞാനെന്താ കല്ലിങ്ങാട്ട് നീലിയ? കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇനി എന്ത് കോമ്പാക്ട് പൗഡർ ഗൈസ്? കണ്ണാടി വേണ്ട, കണ്ണാടി നോക്കിയാൽ എനിക്ക് പേടിയാവുന്നു. മൊത്തം പറഞ്ഞത് ഇനി എന്താണ്? ഇനി നമുക്ക് ലിപ്സ്റ്റിക് എടുക്കാം. എന്തെങ്കിലും കാണണ്ട നിങ്ങൾ ക്യാമറയിൽ. ഇനി എന്താണ്? ഇനി ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് നമ്മൾ തകർക്കും. ബാം വേണ്ട, ബാം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക് നമ്മൾ തകർക്കും. ഡാർക്ക് തന്നെ ഇട്ടേക്കാം. അടുത്തത് ഇനി എന്താണ്? ഇനി നമുക്ക് സ്പ്രേ അടിക്കാം. ഫൈനൽ ടച്ചപ്പാണ്, ഫൈനൽ ടച്ചപ്പ്. ഇനി ഒരു പൊട്ട് കൂടെ കൊടുത്തേക്കാം, അതിൻ്റെ ഒരു കുറവ് വേണ്ട. ഈ സൈഡിലും കൂടെ ഒന്ന് കൊടുത്തേക്കാം, കണ്ണ് കിട്ടാണ്ടിരിക്കണ്ടല്ലോ. ഗൈസ്, ഓക്കെ ഗൈസ്, ഇന്നത്തെ മേക്കപ്പ് റെഡി കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഗൈസ്? പിന്നെ ഈ വീഡിയോയ്ക്ക് ശേഷം തല്ലിക്കൊന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഞാനൊന്ന് കണ്ണാടി നോക്കട്ടെ ഗൈസ്. ഇല്യൂമിനേറ്ററൊക്കെ വാരി പൊത്തിക്കണ ഇറക്കുന്നുണ്ട്. എന്താണ് എന്റെ കവള്? എന്നെ കൊണ്ട് ഇത്രയും പറ്റും. കണ്ണെന്താണ് കണ്ണ? നൈസായിട്ട് ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ പൊട്ട എവിടെ കുത്തിയേക്കണത്? പൊട്ട് നെറ്റിട്ട് സൂം ചെയ്ത് കാണിച്ചു.
ഇതുണ്ട് ഗൈസ് എൻ്റെ മേക്കപ്പ്. ഇതിലും അടിപൊളിയായിട്ട് ആർക്ക് ചെയ്യാൻ സാധിക്കും? ഗായ്സ്, നല്ല മാണിക്കാത്ത എൻ്റെ മുഖത്തെ ഞാൻ ആദ്യമൊക്കെ ഇട്ടത് കണ്ടപ്പോൾ ഞാനോർത്ത് ഓ കില്ലാടി തന്നെ നൈസൊക്കെ ആയിട്ട് ഇടണ്ടല്ലോ എന്നോർത്ത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ക്ഷമിച്ച്. കണ്ണ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം പാളി തുടങ്ങി. ഞാനിപ്പോൾ അംഗൻവാടി പോകുന്ന കുട്ടിയെ പോലെയില്ലേ, അംഗൻവാടി പോവാനായിട്ട് അമ്മമാരൊക്കെ ഒരുക്കി വിടൂലേ, അത് കൂട്ടാണ് എനിക്ക് കണ്ടുന്നിട്ട്. ഞാൻ ചെറിയൊരു കുട്ടീനെ പോലെ കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്തായിരുന്നു. എനിക്ക് ഇത്ര വലുതായപ്പോൾ ഞാൻ അറിഞ്ഞില്ല. ഇപ്പം അങ്ങനെയെങ്കിലും പറഞ്ഞ് എനിക്ക് രക്ഷപ്പെടാം. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ മേക്കപ്പ്? ഇഷ്ടപ്പെട്ടോ? ഇനിയെ നമുക്ക് അടുത്ത എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് വരുമ്പോൾ പോകുമ്പോൾ ഞാൻ ഇതുപോലെ മേക്കപ്പ് ഇട്ട് അരുത്, സഹായിക്കരുത് പ്ലീസ്. നൈസായിട്ട് വൈൻഡപ്പ് ചെയ്തല്ല. എൻ്റെ പ്രേക്ഷകരോട് പറ. വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടോ എനിക്ക് ഓടാം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ടിങ് ടിങ് ബെല്ലൈക്കൺ അമർത്തും. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഗൈസ് എപ്പടി, അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ഇങ്ങനെ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല. ആലോചിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്, ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇനി കാണാൻ വരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെയുള്ള ചുവന്ന കളറിലുള്ള ബോക്സ് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ടിങ് ടിങ്ങും കൂടി അടിച്ച് ടിങ് ടിങ് അടിക്കണം. എന്നാലാണ് ഞാൻ ഇനിയുള്ള വീഡിയോസ് കിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതിന്റെ സൈഡിലായിട്ട് ഓൾ എന്നും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഓളിന്റെ അവിടെ നിൽക്കണം, എന്നാലാണ് ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അവര് രാത്രി എഴുന്നേറ്റ് പേടിക്കാൻ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് കണ്ടിട്ട് ദൈവത്തോട്ട് പേടിപ്പിക്കില്ല കേട്ടോ അവരെ. ഉണ്ടക്കട്ടം. അപ്പോ ബൈ.